ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ, നോട്ടിഫിക്കേഷനുകൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു തസ്തിക തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കുന്ന ആദ്യത്തെ ഒരു 3-4 തസ്തികകൾ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരെണ്ണമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, കേരള വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സിവിൽ സ്റ്റുഡൻസിന് മാത്രമല്ല മെക്കാനിക്കൽ സ്റ്റുഡൻസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു തസ്തികയാണ് ഇത്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിലെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെയും ചോദ്യങ്ങൾ ഇതിനകത്തുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കുറച്ച് മുൻകൂട്ടി തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അതായത് സിവിലുകാരെ സംബന്ധിച്ച് മെക്കാനിക്കൽ പഠിക്കണം, മെക്കാനിക്കലുകാരെ സംബന്ധിച്ച് സിവിലും പഠിക്കണം, അതിന് തയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിനകത്ത് ഇടം പിടിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. പക്ഷേ പഠനം ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിച്ചിരിക്കണം. നല്ലപോലെ റിവിഷൻ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് വലിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ നമുക്ക് ഇടം പിടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് കാത്തിരിക്കുന്നത്. നോക്കൂ, 2022 ഏപ്രിൽ മാസം നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റ്, ഇതിൻ്റെ തൊട്ട് മുമ്പ് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 1 വർഷവും 7 മാസവും പിന്നിടുമ്പോഴേക്കും 738ഓളം പേർക്ക് അഡ്വൈസ് പോയി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് സാധ്യതയുള്ള ഒരു തസ്തികയാണ് എന്ന് നോക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് സ്വപ്നം കാണുന്നത്. സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അധ്വാനിക്കണം, പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയണം. വിൻസെൻ്റർ പ്രത്യേകമായിട്ട് ഈ തസ്തികയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ വീഡിയോ ലൈബ്രറിയിലുമൊക്കെ നമ്മളത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികയിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസവുമായി അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുള്ള ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുക തന്നെയാണ്. KW ഓവർസിയർ ഗ്രേഡ് 3 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് 2018 നോട്ടിഫിക്കേഷൻ വന്നത്. 2021 എക്സാം നടക്കുകയും 2021 12-ാം മാസമാകുമ്പോഴേക്കും ഷോർട്ട് ലിസ്റ്റ് വരികയും അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കുക, ഇത്രയും വലിയ ലിസ്റ്റായിട്ട് പോലും 65.33 കട്ട് ഓഫ് മാർക്ക് വന്നത്. ഈ എക്സാം നിങ്ങൾക്കും ചെയ്തു നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ എക്സാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടാവും. ചെയ്തു നോക്കുക, ധൈര്യമായി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. കാരണം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കുക. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1 വർഷവും 7 മാസവും അല്ലേ ആയുള്ളൂ. ഇപ്പോൾ ഇനി വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, PSCയുടെ നയം തന്നെ നോക്കുക. പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കി വയ്ക്കുക എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യമാണ് PSC ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മറ്റൊരു റാങ്ക് ലിസ്റ്റ് വന്നില്ലെങ്കിൽ മാത്രമാണ് 3 വർഷം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് നോക്കുക. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം ഓവർസിയർ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റി.